ദുർഗാദേവിയും ഭദ്രാദേവിയും ഒരു ചുറ്റമ്പലത്തിനകത്ത് കുടികൊള്ളുന്നു എന്നുള്ളതാണ്. ആ രണ്ട് ദേവിമാരും ഷടാധാര പ്രതിഷ്ഠയോടുകൂടി കിഴക്ക് ദർശനമായി ശൈവ വൈഷ്ണവ ഭാവത്തോടുകൂടി ഭക്തജനങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് ഇവിടെ സ്ഥിതി ചെയ്യുകയാണ്. ഈ ക്ഷേത്രത്തിന്റെ മഹത്വം ഈ ക്ഷേത്രത്തിൽ വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. അത്രയ്ക്ക് ചൈതന്യവത്തായ ഒരു മഹാക്ഷേത്രമാണ് ഈ കല്ലറമഠം ഭഗവതി ക്ഷേത്രം. ഇവിടെ വന്ന് ധാരാളം അനുഭവങ്ങൾ സിദ്ധിച്ചിട്ടുള്ള ഈ ദേശവാസികള് ആണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. 27 നക്ഷത്ര തൂണുകൾ. ഈ 27 നക്ഷത്ര തൂണുകളിലാണ് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലം സ്ഥിതി ചെയ്യുന്നത്. അത് കേരളത്തില് അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. 2 ഭഗവതിമാര് 27 നക്ഷത്ര തൂണുകളില് ആ ചുറ്റമ്പലത്തിനോടുകൂടി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം കേരളത്തിൽ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത ദുർഗാ ഭഗവതിയുടെ അനുഗ്രഹത്താൽ വിവാഹ തടസ്സം, അതുപോലെ വിവാഹം സംബന്ധിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങൾക്കെല്ലാം തന്നെ ഈ ക്ഷേത്രത്തിൽ വന്ന് ധാരാളം ഭക്തജനങ്ങൾ അവരുടെ വീട്ടിലെ കാര്യം സാധിച്ചുകൊണ്ട് പോകുന്നുണ്ട്.
ദുർഗാംബിയായ നമഃ, ഭദ്രാംബിയായ നമഃ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ലക്ഷ്മി നാരായണ. സകലവളം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് കാഹളം ഒരുങ്ങി. ഇനി ഉത്സവ നാളുകളാണ്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഉത്സവ നാളുകൾ. അമ്മയെ കാണുവാൻ ധാരാളം ഭക്തർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇന്ന് വൈകിട്ട് 7:14 ഈ കൊടിയേറ്റം തുടങ്ങിയത്. 7:14 കഴിഞ്ഞ് 20 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഈ വളരെ ഭംഗിയായി മുകളിൽ വളരെ എളുപ്പത്തിൽ തന്നെ യാതൊരു തടസ്സവുമില്ലാതെ കയറി എന്ന് പറയുമ്പോൾ അത് രോമാഞ്ചം കൊള്ളുകയാണ്. ഇത്രയും വളരെ വേഗത്തിൽ ഈ കൊടി മുകളിൽ കയറുവാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അമ്മ അതിന് ഈ ഉത്സവത്തിന് അനുവാദം തന്നിരിക്കുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. കാരണം കൃത്യനിഷ്ഠമായ പൂജകളും ആചാരാനുഷ്ഠാനങ്ങളും നടന്നു വരുന്ന ഈ 2 നടയിലും വരുന്ന ഭക്തജനങ്ങൾക്ക് അതിൻ്റെ അനുഭവങ്ങളുണ്ട്. എത്രയോ കുട്ടികൾക്ക് ആദ്യാക്ഷരം ചൊല്ലിക്കൊടുക്കുന്ന സന്നിധിയാണിത്. എത്രയോ കലാകാരന്മാരാണ് ഇവിടെ വന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് ഈ അമ്മയെ വിശ്വസിച്ചാൽ, അമ്മയെ കണ്ട് തൊഴുതാൽ, പരാതികൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും അമ്മ കേൾക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് ഈ ക്ഷേത്രത്തിനെ ഊട്ടി ഉറപ്പിക്കുന്നത്. എന്തായിരുന്നാലും 22-ാം തീയതി മതം തൊഴൽ എന്ന പരിപാടിയുണ്ട്. അതോടൊപ്പം തന്നെ ഭക്തജനങ്ങളുടെ പൊങ്കാലയ്ക്ക് വേണ്ടി ഭക്തജനങ്ങൾ തയ്യാറായി കഴിഞ്ഞു. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാ ദിവസവും ഉത്സവങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്, പലവിധ സാംസ്കാരിക പരിപാടികൾ ഇവിടെ അരങ്ങേറുകയാണ്. ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അമ്മ അനുഗ്രഹം നൽകട്ടെ. അമ്മയുടെ പരാതി പറഞ്ഞാൽ